ഇഷ്ടമാണോ? എന്നാൽ ആരോഗ്യവും കൂടെ വേണമോ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കുള്ളതാണ്. മൈദയില്ല, പഞ്ചസാരയില്ല, ഓവനും വേണ്ട. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓട്സും ഗോതമ്പൊടിയും കൊണ്ട് ഒരു കിടിലൻ ചോക്ലേറ്റ് ബ്രൗണിയാണ്. വെറും കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ ബ്രൗണി വളരെ സോഫ്റ്റും ചോക്ലേറ്റുമായ ഒരു കിടിലൻ ട്രീറ്റ് ആണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നല്ല ഹെൽത്തി റെസിപ്പീസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഈ രുചികരമായ ഓട്സ് വീറ്റ് ബ്രൗണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റാൻ വേണ്ടി നമ്മൾ ഇന്ന് ഒരു അടികട്ടിയുള്ള ചീനച്ചട്ടിയിലാണ് ഇന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി അതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കല്ലുപ്പോ അല്ലെങ്കിൽ ഉപ്പോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് നന്നായി പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മളുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു കേക്ക് മിക്സിംഗ് ബൗളാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഇളം ചൂടുപാലോ അല്ലെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലോ എടുക്കാവുന്നതാണ്. ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാല് നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് അളവിൽ പൊടിച്ച ശർക്കര അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത ശർക്കരയോ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ശർക്കര നന്നായി പാലിൽ അലിഞ്ഞു വരണം. അങ്ങനെ ഇപ്പൊ പാലിൽ ശർക്കര നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മെൽറ്റഡ് ബട്ടർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി 1/2 കപ്പ് ഓട്സ് ഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. മധുരം എൻഹാൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി കുറച്ച് വാനില എസൻസും ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യണ സമയത്ത് നമ്മുടെ ബാറ്റർ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏതാണ്ട് ഒരു 5 ടേബിൾ സ്പൂൺ പാല് വരെ നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ചങ്ക്സോ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ബ്രൗണി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് നമുക്ക് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചങ്ക്സും കുറച്ച് നട്ട്സും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായി നമ്മൾ ഓൾറെഡി ചീനച്ചട്ടിയിൽ കല്ലുപ്പിട്ടൊന്ന് നന്നായി പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഒരു 30 മിനിറ്റ് ഇതൊന്ന് നന്നായി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായി. നമുക്ക് ബ്രൗണി വെന്തോ ഒന്ന് നോക്കാം. ഒട്ടാണ്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബ്രൗണി അപ്പൊ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളുടെ ഹെൽത്തി വേർഷൻ ഓട്സ് വീറ്റ് ബ്രൗണി നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പീസസ് ആയി കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ